നമസ്കാരം. ഇൻസ്പയർ ടെക്നിക്കൽ പി എസ് സിയുടെ LSDD ഗ്രേഡ് 3 ടൈ ബ്രേക്കർ സീരീസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കണം. ഞാൻ ചോദിക്കുന്നതിന് ഇന്ററാക്ഷൻ നിങ്ങൾ നടത്തേണ്ടത് ചാറ്റിലൂടെയാണ്. അപ്പൊ എല്ലാവരും ചാറ്റിൽ നോക്കുക, കാര്യങ്ങള് മറ്റുള്ളവരുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ആർക്കെങ്കിലും ശബ്ദത്തിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അല്ലെങ്കിൽ ഒരു എസ് ഒന്ന് നമ്മുടെ ചാറ്റിൽ ഇടാവോ? പെട്ടെന്നായിക്കോട്ടെ. പെട്ടെന്നാവട്ടെ. ഞാൻ നിങ്ങളുടെ ഒരു തംസപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഷൈൻ ആൻസി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യുവേഷൻ, എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ എന്നുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മാക്സിമം നമ്മളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടൈ ബ്രേക്കർ എന്നുള്ളത് വെച്ചാൽ നിങ്ങളെല്ലാം പഠിച്ച ആളുകളാണ്. എന്നാൽ നമുക്ക് എല്ലാവരും ഒരേ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജോലി കയറാൻ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടും കുറെ റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ടൈ ബ്രേക്കർ ആവാൻ വേണ്ടിയിട്ട്, അതായത് ഓരോരുത്തർക്കും ഒരു ക്വസ്റ്റനെങ്കിലും മറ്റൊരാൾക്ക് എഴുതാൻ പറ്റാത്തത് എനിക്ക് എഴുതാൻ പറ്റണം എന്നൊരു ആഗ്രഹമുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും. അപ്പൊ അതിന് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻസ്പയർ ടെക്നിക്കൽ പി എസ് സിനെ സംബന്ധിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ വരുത്തുക എന്നുള്ളതല്ല, ഫസ്റ്റ് അഡ്വൈസിൽ നിങ്ങൾക്ക് ജോലി വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ തന്നെ നമ്മൾ വേർതിരിക്കുന്നത് ആ ഒരൊറ്റ കാര്യമാണ്. നിങ്ങൾ എത്ര ആള് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ കാര്യമാക്കുന്നേ ഇല്ല. എത്ര ആളുകൾക്ക് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റിൽ നിങ്ങൾക്ക് ജോലി കിട്ടി. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് LSDD ഗ്രേഡ് 3 ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആ സിലബസ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സിലബസ്. എസ്റ്റിമേഷന്, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് എന്നുള്ള പാർട്ടിൽ നിന്ന് നമുക്ക് 15 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കുക ഈ ഗ്രേഡ് 3-ല്. അപ്പൊ അതിനകത്ത് ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ് ഉണ്ട്, എസ്റ്റിമേഷൻ റൂൾസ് ആൻഡ് മെഷർമെന്റ് ഓഫ് വർക്ക്, റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ. ഈ മുഴുവൻ സിലബസും നമ്മൾ ഇന്ന് കവർ ചെയ്തില്ലെങ്കിലും പരമാവധി സിലബസിന്റെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ നിങ്ങളായിട്ടൊരു ഇന്ററാക്റ്റീവ് സെഷൻ രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളും എന്നോട് ആ രീതിയിൽ ഒരു ഇന്ററാക്റ്റീവ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾ ഇടപെടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും അല്ലേ? നിങ്ങൾക്ക് മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തംസപ്പ് ഒക്കെ അടിച്ചാൽ മതി. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇത്ര ആൾക്കാർ ഒക്കെ കാണുന്നുണ്ട്, ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള എനിക്കൊരു ഐഡിയ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോയിട്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഈ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യണം. എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾ ആൻസർ ചെയ്യണം. നിങ്ങളുടെ ഈ ഇതിലൂടെ ചാറ്റിലൂടെ നിങ്ങൾ ആൻസർ ചെയ്യണം. ഓപ്ഷൻസ് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ABCD അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഒരാളും ആൻസർ ചെയ്യാതിരിക്കുന്നത് ദയവേത്. കാരണം നമ്മൾ തെറ്റായിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റ് പഠിച്ചാലേ നമ്മൾ ആ ചോദ്യം ഓർത്തു വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ചോദ്യം ഓർത്തു വയ്ക്കില്ല. ഇവിടെ നിങ്ങൾ കാണും, ഇത് കഴിഞ്ഞിട്ട് എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്ത വരും, അയ്യോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എവിടുന്നോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഓപ്ഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ പോലെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ തെറ്റ് പഠിച്ചോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തോ നോ പ്രോബ്ലം, അത് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: പ്ലാൻ, എലിവേഷൻ ആൻഡ് സെക്ഷൻ ഡ്രോയിങ്സ് ഫോർ എസ്റ്റിമേഷൻ ഈസ് ടു ബി ഡ്രോൺ ഇൻ. അതായത് പ്ലാന്, എലിവേഷൻ അല്ലെങ്കിൽ സെക്ഷൻ ഡ്രോയിങ് എസ്റ്റിമേഷന് വേണ്ടി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതിൽ ഏത് ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏത് RF ആണ് അല്ലെ, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ് നമ്മൾ തയ്യാറാക്കുക? ഏതിലാണ് നമ്മൾ 1 centimeter is equal to 1 meter, 1 meter is equal to 1 centimeter, 1 mm is equal to 1 meter, 1 meter is equal to 1 mm. ഏതിലാണ്? അതെ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഷൈൻ, ആൻസി, അതല്ല വിപിൻ, പിന്നെ അവരൊക്കെ ആയിരുന്നു, ശ്രീനന്ദിനി. ഓക്കെ, ലിനി. ഓക്കെ, ബാക്കിയുള്ളവരുടെ ആൻസറും കൂടി വരട്ടെ. പെട്ടെന്ന് വന്നോട്ടെ, ആൻസറുകൾ പെട്ടെന്ന് വരട്ടെ. അടുത്ത ആളുടെ ആൻസറുകൾ പെട്ടെന്ന് ആൻസറുകൾ ചെയ്യൂ എല്ലാവരും.
ഒരുപാട് ആളുകൾ ലൈവിലുണ്ട്. അപ്പൊ ലൈവിലുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യുക, പെട്ടെന്ന് ആൻസർ ചെയ്യുക. ആരും മടിച്ചു നിൽക്കണ്ട, നിങ്ങളുടെ ആൻസറുകൾ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. KU ശ്രീദേവ് അല്ലെ, ശ്രീദേവ് ഒക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ കൊണ്ട് പെട്ടെന്ന് ആൻസർ ചെയ്യൂ. നിങ്ങളുടെ ആൻസറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ദീപ്തി ആൻസർ ചെയ്തിരിക്കുന്നു. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് പല ആളുകൾക്ക് ഇതിനകത്ത് ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. സാധാരണ RF 1:2 എന്നുള്ള ലെവലിലല്ലേ പറയാ എന്നുള്ളൊരു അല്ലെ, 1:100 അല്ലെങ്കിൽ 1:400 ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ പറയാ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലെ. അതാണ് ഇവിടെ, അത് വേറെ രീതിയിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? 1:1 അതിൽ 1 എന്ന് പറയുന്നത് ഇതിന് നമ്മൾ പറയുന്നത് RF എന്നാണ് നമ്മൾ പറയാം. RF ഡ്രോയിങ് പഠിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. RF എന്താണ്? RF റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആദ്യം എഴുതുന്നത് ഇത് ഏതായിരിക്കും? ഈ 1 എഴുതി ഏതായിരിക്കും? 1 എഴുതി ആർക്കും കമന്റ് ചെയ്യാൻ പറ്റുമോ? ആദ്യം എഴുതുന്നത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനിൽ ആദ്യം നമ്മൾ എഴുതുന്ന ഏതായിരിക്കും? ഏതായിരിക്കും? പെട്ടെന്ന് കമന്റ് ചെയ്യൂ. ആദ്യം എഴുതുന്നത് ഡ്രോയിങ് ലെങ്ത് നമ്മൾ എത്രയിലാണോ വരച്ചത് അതാണ് ഡ്രോയിങ് ലെങ്ത് ബൈ ഏതാണ്? ഡ്രോയിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതാണ് നമ്മൾ റെപ്രസെന്റ്. ഇവിടെ നമ്മൾ ഈ രീതിയിൽ കൊടുക്കുന്നത്, അതായത് ഒരു 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ നമ്മൾ വരയ്ക്കണമെങ്കിൽ അതിന്റെ ഒറിജിനൽ 100 മീറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ നമ്മൾ വരച്ചെങ്കിൽ 100 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? 1 സെന്റിമീറ്റർ ആണ്, അതുകൊണ്ട് 1 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ A ആണ്. ആൻസർ A ആണ് നമ്മൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു എല്ലാവർക്കും. വേറെ രീതിയിലാണ് ചോദിച്ചത്, ഇതേപോലെ മാറ്റിയും മറിച്ചൊക്കെ നമുക്ക് ചോദ്യം വരാം. അപ്പൊ ആ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറിയ രീതിയിൽ ഒരു ചോദ്യം. സാധാരണ നമ്മൾ 1:100 അല്ലെങ്കിൽ 1:400 എന്നൊക്കെയാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ ഇവിടുത്തെ ആൻസർ പ്ലാനും എലിവേഷനും സെക്ഷണൽ ഡ്രോയിങ് ഒക്കെ എസ്റ്റിമേഷന് വേണ്ടി നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് 1:100 ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 1:100 ഒരു ഇതെല്ലാം നിങ്ങൾ പഠിച്ചതായിരിക്കും. പക്ഷെ 1 സെന്റിമീറ്റർ 1 മീറ്റർ എന്ന് പറഞ്ഞാലും 1:100 തുല്യമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് പ്ലാനുകളെ കുറിച്ച് നമ്മൾ നോക്കാം. പ്ലാനുകൾ നമ്മൾ സൈറ്റ് പ്ലാൻ നമ്മൾ വരയ്ക്കേണ്ടത് സാധാരണ ആസ് പെർ NBC. എന്താണ് NBC എന്ന് പറഞ്ഞാല്? എന്താണ് NBC? പെട്ടെന്ന് പറയൂ. NBC അവിടെയാണ് തെറ്റിയത്. നാഷണൽ, എല്ലാവർക്കും അറിയുന്ന ഇതാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലെ. നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇത്രയുണ്ട്. ഓക്കെ, നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് NBCയുടെ ഫുൾ നെയിം ആയിട്ട് വരുന്നത്. അപ്പൊ മറന്നു പോകാതിരിക്കുക, നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് സാധാരണയായിട്ടുള്ള അടുത്ത് നമ്മൾ കാണാറുള്ളത് KMBR ആണ്. KMBR കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ. അടുത്തത് KPBR അല്ലെ, കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ. കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ. അപ്പൊ NBC എല്ലാവർക്കും തെറ്റാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. NBC നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ എന്നും കൂടി അതിനകത്ത് പേരുണ്ടെന്നും കൂടി ഓർത്തു വയ്ക്കുക. ആ പേരിന്റെ കൂടെ ഓഫ് ഇന്ത്യ എന്നും കൂടി ഉണ്ട്, നമ്മൾ അത് വിട്ടുപോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആസ് പെർ NBC പ്രകാരമാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 1:1000 ആണ്. KMBR പ്രകാരമാണ് ഇത് പറയുകയാണെങ്കിൽ 1:400. നമ്മുടെ എക്സാമിന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വന്നു. ഏതാണ് എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് എഴുതണം അല്ലെ? എക്സാമിന് അധികം ചോദിക്കാറുള്ളത് ഈ 1:400 ആണ് വരാറുള്ളത്. 1:400 കാണാറുള്ളത്. അതിന്റെ ആൻസർ കീ ആയിട്ട് വരാറുള്ളത് 1:400. അതേസമയം ആസ് പെർ NBC എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് എഴുതാം? 1:1000 നമുക്ക് എഴുതാൻ പറ്റും. ഇനി കീ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നോട്ട് ഇൻ സ്കെയിലാണ്. സ്കെയിലല്ല നമ്മൾ കീ പ്ലാൻ നമ്മൾ ചില ബുക്കുകളിൽ നമുക്ക്, എന്നാൽ ചില സ്കെയിലുകൾ കാണിക്കാറുണ്ട്. 1:4000, 1:10,000 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കീ പ്ലാനിൽ ചില ബുക്കുകളിൽ കാണിക്കാറുണ്ട്. നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഏതാണ്? കീ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് നോട്ട് ഇൻ സ്കെയിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ബിൽഡിംഗ് പ്ലാൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1:100 ആണ്. ബിൽഡിംഗ് പ്ലാൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷണൽ വ്യൂ പ്ലാൻ, ഇത് നമ്മൾ ചെയ്യേണ്ടത് നോട്ട് ലെസ് ദാൻ, ഇതിൽ 1:100 കുറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. 1:100 കൂടാം, വേണമെങ്കിൽ 1:90 ആവാം, 1:10 ആവാം. ഈ രീതിയിലൊക്കെ നമുക്ക് വരയ്ക്കാം. പക്ഷെ 1:100 കുറയാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് ഈ കീ പ്ലാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. കീ പ്ലാൻ എന്താണ്?
എന്താണ് കീ പ്ലാൻ എന്ന് പറഞ്ഞത്? ഇവിടെ നമുക്ക് ഞാൻ ഇവിടെ ഒരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അവിടുത്തെ റോഡുകളും അവിടുത്തെ ബിൽഡിങ്ങുകളും അവിടുത്തെ ഏരിയകളും മൊത്തം കാണിച്ച് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീ പ്ലാൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയാന്നറിയോ? നിങ്ങൾ ലുലു മാളിലൊക്കെ പോയിട്ടുണ്ടോ? ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും നമ്മുടെ ലൊക്കേഷൻ അറിയാൻ വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. യു ആർ ഹിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ഒരു പോയിന്റ് ഒക്കെ കാണിക്കാറുണ്ട്. നമുക്ക് അതിനെ വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാം? കീ പ്ലാൻ ആയിട്ട് നമുക്ക് പറയാം. അതായത് ആ മൊത്തം ലൊക്കേഷനിൽ നമ്മൾ ആ നിൽക്കുന്ന നമ്മുടെ ആ ഒരു സൈറ്റ് ഇരിക്കുന്ന ഏരിയ ഏതാന്ന് കാണിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാ? കീ പ്ലാൻ. അത് ഒരു സ്കെയിലിൽ വരയ്ക്കണം നിർബന്ധമില്ല. നിങ്ങൾ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് സ്കെയിലാണ് വരച്ചിരിക്കുന്നത്. അല്ല, ഒരിക്കലും അല്ല. ജസ്റ്റ് ഒരു ഫിഗർ ഉണ്ട്, അതിനകത്ത് ഇന്ന സ്ഥലങ്ങളുണ്ട്, ഇന്ന ഷോപ്പുകളുടെ അടുത്തുണ്ട്, അവിടെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കാണിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിനാണ് നമ്മൾ കീ പ്ലാൻ എന്ന് പറയാം. ഇനി കീ പ്ലാനിൽ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റെഡ് കളറിൽ ഇതാണ് എന്റെ സൈറ്റ് എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു ഡ്രോയിങ് വരയ്ക്കാൻ അതിന് നമ്മൾ പറയുന്ന പേരാണ് സൈറ്റ് പ്ലാൻ അല്ലെങ്കിൽ സൈറ്റ് ലേഔട്ട് എന്ന് നമ്മൾ പറയാം. അതിനകത്ത് നമ്മൾ ഉണ്ടാവുക അവിടുത്തെ ആ അതിരുകൾ, നമ്മുടെ സൈറ്റിന്റെ, അതായത് നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബിൽഡിംഗ് വെക്കാൻ ഉദ്ദേശിക്കുമെങ്കിൽ ആ ബിൽഡിംഗ് വെക്കാൻ എടുക്കുന്നതിന്റെ സൈറ്റിന്റെ അതിരുകളാണ് ഏതിലുണ്ടാവുക? അതിരുകൾ, അതിന്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, മരങ്ങളുണ്ടോ അല്ലെങ്കിൽ കുളമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിലുണ്ടാവും? ഈ പറഞ്ഞ സൈറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ സൈറ്റ് പ്ലാൻ നമ്മൾ ഒരു റേഷ്യോയിലാണ് വരയ്ക്കുക. അത് NBC പ്രകാരമാണെങ്കിൽ 1:1000 അല്ലെങ്കിൽ KMBR പ്രകാരം 1:400 നമ്മൾ വരയ്ക്കുക എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതാണ് മാസ്റ്റർ പ്ലാൻ നമ്മൾ പറയുന്നത്. മാസ്റ്റർ പ്ലാൻ നിങ്ങൾ കേട്ടിട്ടില്ല, ഇപ്പോ അധികം ഇതിനെ കുറിച്ച് വലിയ ചോദ്യം വന്നിട്ടില്ല. മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ബിൽഡിംഗ്, ഇപ്പൊ എനിക്കൊരു ഈ ഒരു പ്ലോട്ട് ഉണ്ട്. ഈ ഒരു പ്ലോട്ട് ഉണ്ടാവുന്ന സമയത്ത് ഞാനിപ്പോ ഒരു ബിൽഡിംഗ് ഉണ്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സൈഡിൽ, ഈ ഒരു കോർണറിൽ ഞാൻ ഒരു ബിൽഡിംഗ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ മാസ്റ്റർ പ്ലാൻ എന്നുണ്ട് ഇത് ചെയ്യുന്നത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്, അതായത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ വികസിച്ചു വരണം, അപ്പൊ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഇതിന്റെയൊക്കെ പൊസിഷൻ എങ്ങനെ വന്നാലാണ് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഭംഗി കിട്ടുക, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ ഒരു അപ്രോച്ച് കിട്ടുക എന്നൊക്കെ നമ്മൾ ആദ്യമേ ആലോചിച്ച് വെച്ചിട്ട് ഇപ്പോഴേ ആലോചിച്ച് ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോഴേ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ഡ്രോയിങ് വരച്ചു വെക്കുകയാണ്. അപ്പൊ ആ ഡ്രോയിങ്ങിലുള്ള സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവണം നിർബന്ധമില്ല, ഇൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാൻ വരയ്ക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുക. ചില സ്ഥലമൊക്കെ കണ്ടില്ലേ മാസ്റ്റർ പ്ലാൻ പ്രകാരം നമ്മൾ ഉണ്ടാക്കിയ ചില ടൗൺ പ്ലാനിങ് ഒക്കെ നല്ല മാസ്റ്റർ പ്ലാൻ എന്ന് പറയും. അപ്പൊ അവിടുത്തെ ബിൽഡിങ്ങുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഓവുചാലുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി കണക്ഷനുകൾ, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും നടത്തുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാനാണ് നമ്മൾ എന്താ പറയാ മാസ്റ്റർ പ്ലാൻ എന്ന് പറയും. ഇനി അടുത്ത ഒരെണ്ണം നമുക്ക് പറയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സർവീസ് പ്ലാൻ നമ്മളുണ്ട്. സർവീസ് പ്ലാൻ എന്താണ്? സർവീസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, സർവീസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിക്കുന്ന വാട്ടർ സപ്ലൈയുടെ കണക്ഷൻസ്, അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷന്റെ കണക്ഷൻസ്, ഗ്യാസ് കണക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഡ്രോയിങ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സർവീസ് പ്ലാൻ. അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന സർവീസുകൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റ് കേബിളിന് വേണ്ടിയിട്ട് അതിനൊരു ഡ്രോയിങ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ കേബിൾ വേണ്ടിയിട്ട്, അതായത് TV കേബിളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രോയിങ് ഉണ്ടാക്കുന്നു. അപ്പൊ ഈ രീതിയിലൊക്കെയുള്ള വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോ ഫ്ലാറ്റുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം എല്ലാ വീട്ടുകാരും അവരവരുടെ ഡിഷ് ആന്റിനൊക്കെ കൊണ്ട് പുറത്തോട്ട് ഫിറ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അതൊന്നും അവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അതൊന്നും പുറമെ പബ്ലിക്കായിട്ട് ആർക്കും കാണുന്ന രീതിയിൽ. അപ്പൊ അവരുടെ ആ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ബൈലോസ് ഒക്കെ അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് വേണം? ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിന് രീതിയിലുള്ള പ്ലാനുകളൊക്കെ, സർവീസ് പ്ലാൻ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ പ്ലാനുകളെ കുറിച്ച് ഏകദേശം ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പ്ലാനുകളെ കുറിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് എങ്കിലും തരണേ. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ററാക്റ്റീവ്. ഓക്കെ, താങ്ക് യു ശ്രീനന്ദി. ഓക്കെ, ശരി. അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഗ്രോയിങ് നീഡ് ഓഫ് ലാൻഡ് ആൻഡ് കോൺസിക്വന്റ്ലി സഡൻ ഷൂട്ടിംഗ് റൈസ് ഇൻ പ്രൈസ് ഓഫ് ലാൻഡ് ഇൻ ബിഗ് സിറ്റീസ് further lead to the conception of multi-storied buildings above 10 stories, or as they known as. ഇത്രയൊന്നുമില്ല. ക്വസ്റ്റ്യൻ കണ്ടി നമ്മൾ ഭയങ്കര വലിയ സംഭവം എന്നൊക്കെ വിചാരിക്കും. എന്താണുള്ളൂ, നിങ്ങൾക്ക് ഇനി ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ ഇതിന്റെ കൂടെ പറയാണ്. അതായത് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് പറയാവുക, കൺഫ്യൂഷൻസ് വരിക. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരാനുള്ള ഒരു പ്രധാന കാരണം ഇത്രയും വേർഡ്സ് കാണുമ്പോൾ ഇതിന്റെ മീനിങ് എല്ലാം കൂടി ആ സമയത്ത് പൊതുവെ നമുക്ക് ടെൻഷൻ ഉണ്ട്, ടൈം ഇല്ലാത്ത പ്രശ്നമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരിടത്തിൽ കൊണ്ട് കുത്തും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ
ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇതിനകത്ത് ഇപ്പൊ ഇതൊന്നും ഒന്നും നമുക്ക് എന്തല്ല ഒരു ഫർദർ ലീഡ് ടു ദ കൺസ്ട്രക്ഷൻ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ്. ഇവിടെ നമ്മുടെ ഇമ്പോർട്ടന്റ് വേർഡുകൾ ഇത് മാത്രമേ ഉള്ളൂ. മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് എബോവ് 10 stories ആസ് നോൺ ആസ്. അപ്പൊ 10 നിലയിൽ കൂടുതലുള്ള ബിൽഡിങ്ങുകൾ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇതാണ്. ഇത് സ്ഥലത്തിന്റെ വില കൂടുന്നു, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ സഡൻ ആയിട്ടുള്ള അതിന്റെ വില കൂടുന്നതുകൊണ്ട് സിറ്റികളിൽ കാര്യങ്ങളിലൊക്കെ പിന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ കൂടുന്നതുകൊണ്ടും നമ്മൾ ഏതുണ്ട് 10 സ്റ്റോറി ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിന്റെ പേരാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരാൾ ഡൗട്ട് ചോദിച്ചു, സ്നേഹ മാത്യു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, സൈറ്റ് പ്ലാനിന്റെ സ്കെയിൽ 1/500 NBC കണ്ടിട്ടുണ്ടല്ലോ, ഏതാ കറക്റ്റ്? 1/400 ചില സമയങ്ങളിൽ ചില ടെക്സ്റ്റുകളിൽ ഇത് കണ്ടിട്ടുണ്ട്, 1/500 കണ്ടിട്ടുണ്ട്. പക്ഷേ കോമൺലി ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് 1/400 തന്നെയാണ്. ഓക്കെ, 1/400 തന്നെയാണ് സൈറ്റ് പ്ലാനിന്റെ. എക്സാമിന് നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1/400 കൊടുത്താൽ മതി. KMBR പ്രകാരമുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്. നമ്മൾ വീണ്ടും ചോദ്യത്തിലേക്ക് വരികയാണ്. 10 നിലയുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റോറിയുടെ എന്താണ് 10 സ്റ്റോറിയുടെ പേരെന്താണെന്നാണ്. അപ്പാർട്ട്മെന്റ് എന്നാണോ, ഫ്ലാറ്റുകൾ എന്നാണോ, ഡുപ്ലെക്സ് അപ്പാർട്ട്മെന്റ് എന്നാണോ, സ്കൈ സ്ക്രാപ്പേഴ്സ് എന്നാണോ? എന്താണ് ഇവിടുത്തെ ആൻസർ നമ്മൾ വരിക? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ, പെട്ടെന്ന് ആൻസർ ചെയ്തേ. എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്തേ. 10 നിലയുള്ള ബിൽഡിങ്ങിന്റെ, അതെ, ശ്രീദേവ് ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളൊന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തേ. മെറിൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിനി ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്തേ. 10 നിലയ്ക്ക് മുകളിലുള്ള ബിൽഡിങ്ങുകൾ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ് ആ പേരെന്നാണ് ഇവിടെ ചോദ്യം. അപ്പാർട്ട്മെന്റ് എന്നാണോ, ഫ്ലാറ്റ് എന്നാണോ, ഡുപ്ലെക്സ് അപ്പാർട്ട്മെന്റ് എന്നോ, സ്കൈ സ്ക്രാപ്പേഴ്സ് എന്നാണോ? ഏതാണ്? നമ്മൾ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് പോവാണ്. ബാക്കിയുള്ളവരും പെട്ടെന്ന് ആൻസർ ചെയ്യുക. സ്നേഹ ആൻസർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യുക. ഇവിടുത്തെ ആൻസർ എന്താണ്? സ്കൈ സ്ക്രാപ്പേഴ്സ് ആണ്. സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? മലയാളത്തിൽ ആർക്കെങ്കിലും അറിയോ? അമ്പര ചുംബികൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് സ്കൈ സ്ക്രാപ്പേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അമ്പര ചുംബികൾ എന്നായിട്ടുള്ള ബിൽഡിങ്ങുകൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആലങ്കാരികമായിട്ട് പറയാറില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം. അപ്പോൾ ദ ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് ബേസ്ഡ് ഓൺ ഒക്യുപ്പൻസിയുടെ ബേസ് ചെയ്തിട്ടാണ്. അതായത് എത്രത്തോളം ആളുകൾ അവിടെ താമസിക്കുന്നതല്ല, എങ്ങനെ ആളുകളെ അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. അതിനകത്ത് പല ഗ്രൂപ്പുകളായിട്ട് ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, ഏത് ജെ വരെ നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഓരോന്നിലും ഗ്രൂപ്പ് എ ഉണ്ട്. ഗ്രൂപ്പ് എയിൽ തന്നെ അതിന്റെ സബ് ഡിവിഷനുകൾ ഉണ്ട്. ഗ്രൂപ്പ് എയിൽ സബ് ഡിവിഷനിൽ A1 എന്നുള്ളത് നമ്മൾ ലോഡ്ജിനെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്താ പറയാ, ഗ്രൂപ്പ് എ ബിൽഡിങ്ങുകൾ എന്ന് പറയാം. A1 എന്ന് പറയാം. ഗ്രൂപ്പ് A1 എന്ന് പറഞ്ഞാൽ ലോഡ്ജുകളാണ്. ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 15 ആളിൽ കുറവ് താമസക്കാര്. ഡൈനിങ് ഹാൾ വേണമെങ്കിൽ ഉണ്ടാവും, വേണമെങ്കിൽ ഇല്ലാതിരിക്കാം, ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുക്കിംഗ് ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെ നമ്മൾ പറയുന്നതാണ് ലോഡ്ജ് എന്ന് പറയാം. 15 ആളിൽ താഴെ ഡൈനിങ് ഹാൾ വേണം നിർബന്ധമില്ല, ബട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കുക്കിംഗ് ഫെസിലിറ്റി ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു താമസ സ്ഥലത്തെ നമ്മൾ പറയുന്ന പേരാണ് ലോഡ്ജ് എന്ന് പറയാം. ലോഡ്ജ്. അടുത്ത രണ്ടാമത്തേതാണ് A2 എന്ന് പറയുന്നത് ഡൊല്ലിങ്സ്. ഡൊല്ലിങ്സ് എന്ന് പറഞ്ഞാല് സിംഗിൾ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് അക്കോമഡേഷൻ കൊടുക്കുന്നത്. 20 ആളിൽ കൂടുതലല്ലാത്ത ആളുകൾക്ക്, ഒറ്റ ഫാമിലിയിൽപ്പെട്ട 20 ആളിൽ കൂടുതലല്ലാത്ത ആളുകൾക്ക് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്നതാണ് ഡൊല്ലിങ്സ് എന്ന് പറയും. ഇനി ഡൊല്ലിങ്സിൽ തന്നെ നമ്മൾ അതിനെ സബ്ഡിവൈഡ് ചെയ്യും, വീണ്ടും സബ്ഡിവൈഡ് ചെയ്യും. ഏത് രീതിയിൽ ചെയ്യാം? ഡിറ്റാച്ച്ഡ് ഹൗസ്. ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്നത് വില്ലകൾ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെയൊക്കെ വീട് ഒറ്റ വീടുകളാണ്. അതിന്റെ അപ്പുറത്ത് ഒരാളുടെ വീട്, വേറെ അപ്പുറത്ത് അടുത്ത പ്ലോട്ടിൽ അടുത്ത വീട്, ഇങ്ങനെ ഈ രീതിയിലാണ്. ഇതിനാണ് നമ്മൾ ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ലക്ഷറി ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മൾ ഡിറ്റാച്ച്ഡ് ഹൗസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് ഒരേ പ്ലോട്ടിൽ തന്നെ ആയിരിക്കും ഏതെങ്കിലുമൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയിൽ, ഒരേ പ്ലോട്ടിൽ തന്നെ 2 വീടുകൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന രീതിയിലുള്ളതാണ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുന്നത്. ഇനി റോ ഹൗസ് എന്ന് പറഞ്ഞാൽ നിരനിരയായിട്ടുള്ള വീടുകൾ, ആ രീതിയിലുള്ള അപ്പാർട്ട്മെന്റ്, അതിൽ ഡുപ്ലെക്സ് അപ്പാർട്ട്മെന്റ്, അതിൽ സ്കൈ സ്ക്രാപ്പേഴ്സ്. അപ്പൊ ഇതിനകത്ത് A2 ഡൊല്ലിങ്സിൽ വരുന്നതാണ് ഏതെന്ന് സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറയുന്നത്. അത് 10 നിലകൾക്ക് മുകളിലുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ പറയുന്ന പേരാണ്
ഡ്വെല്ലിങ്സ്, അത് A2 വരുന്നതാണ് സ്കൈ സ്ക്രാപ്പേഴ്സ്. അപ്പൊ സാധാരണ എപ്പോഴും ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത്. സ്കൈ സ്ക്രാപ്പേഴ്സ് അല്ലെ 10 നിലയ്ക്ക് മുകളിലേക്കുള്ള ബിൽഡിങ്ങുകൾക്ക് പറയുന്ന പേര് എന്താണെന്നുള്ളതാണ്. സ്കൈ സ്ക്രാപ്പേഴ്സ് എന്നാണ് എന്റെ പേര്. അത് A2 എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നതാണ്. ഗ്രൂപ്പ് എയില് A2. അത് ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകളാണ് സാധാരണ നമ്മൾ ഗ്രൂപ്പ് എ നമ്മൾ പറയാറുള്ളത്. താമസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകൾ പറയുന്നതാണ് ഗ്രൂപ്പ് എ. അപ്പൊ A3 എന്ന് പറഞ്ഞാൽ ഡോർമെട്രീസ് ഉണ്ട്. ഡോർമെട്രീസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഡൈനിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഡോർമെട്രീസ് എന്ന് പറയുന്നത്. അത് ഗ്രൂപ്പ് ഓഫ് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ നമ്മൾ പറയുന്നതാണ് ഡോർമെട്രീസ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് പ്രൈവസി കാര്യങ്ങളായിട്ടല്ല, ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കുക, ആ രീതിയിലുള്ളതിനാണ് ഡോർമെട്രി. A3 ആണ് അതിന്റെ കോഡ് വരുന്നത്. ഗ്രൂപ്പ് എയില് A3. ഇനി A4 വരുന്നത് അപ്പാർട്ട്മെന്റ് ഹൗസസ് തന്നെയാണ്. A5 എന്ന് പറഞ്ഞാൽ ഹോട്ടൽസ് ആണ്. ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അണ്ടർ സിംഗിൾ മാനേജ്മെന്റ്, അതായത് ഒരു മാനേജ്മെന്റ് കീഴിൽ വരുന്ന ഒരു ബിൽഡിംഗ്, വിത്തൗട്ട് ഡൈനിങ് ആവാം. അതിൽ 15 ആളുകൾക്ക് മുകളിലേക്ക് നമ്മൾക്ക് അതിനകത്ത് താമസം കൊടുക്കാം. 15 ആളുകൾ താഴെയാണെങ്കിൽ അത് ഏതൊരു വന്നു, നമ്മുടെ ലോഡ്ജിൽ വന്നു. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് 15 ആളുകൾക്ക് മുകളിൽ വരാം. സിംഗിൾ മാനേജ്മെന്റ് ആവണമെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ആളുകൾക്ക് ഹയർ ചെയ്ത്, അതായത് വാടകയ്ക്ക് നമുക്ക് കൊടുക്കാം. ആ രീതിയിലുള്ള 15 ആളുകൾക്ക് മുകളിൽ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലെ, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇവിടെ ഹോട്ടൽ എന്ന് എല്ലാവരും പറയുന്നത് ഏതിനാണ്? റെസ്റ്റോറന്റുകൾക്കാണ് ഹോട്ടൽ എന്ന് പറയാം. ശരിക്കും ഹോട്ടൽ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറന്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയുന്നുള്ളൂ. ഇനി വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ മോട്ടൽസ് എന്നാണ് നമ്മൾ ഇങ്ങനെയുള്ളതിന് പറയാം. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് മോട്ടലുകൾ എന്നാണ് പറയാം. അവിടെ നമുക്ക് ഫുഡും അക്കോമഡേഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന മോട്ടലുകൾ. ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ ഈ അക്കോമഡേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഹോട്ടൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് 15 ആളിൽ കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ്, ഹയറിന് താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന അതിനാണ് നമ്മൾ എന്ത് പറയാ, ഹോട്ടൽസ് എന്ന് പറയാ. ലോഡ്ജ് എന്ന് പറഞ്ഞാൽ 15 ആളുകൾക്ക് താഴെയാണ് താമസിക്കുക എന്ന് ഓർത്ത് വെക്കുക. A3 എന്ന് പറഞ്ഞാൽ ഡോർമെട്രീസ് ആണ്. A4 എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ് ഹൗസസ് ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ ഗ്രൂപ്പ് ബിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് അത്? എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങുകളാണ്. എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകളാണ് എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങുകൾ. ഇതിനകത്ത് നമ്മൾ റിക്രിയേഷനും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട അത് പറഞ്ഞിട്ട്. ആ റിക്രിയേഷൻ എങ്ങനെയാ വെച്ചാൽ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അസംബ്ലി ബിൽഡിംഗ് ആണ്. അത് റിക്രിയേഷൻ എല്ലാവരും കൂടി കൂട്ടം ചേരുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡി എന്ന് പറയാം. അപ്പൊ ഗ്രൂപ്പ് ഡിയിൽ ഉൾപ്പെടാത്ത റിക്രിയേഷൻ എല്ലാം ഏതിലാണ് വരിക? ഗ്രൂപ്പ് ബിയിലാണ് വരിക. ഓക്കെ, ഗ്രൂപ്പ് ഡിയിൽ ഉൾപ്പെടാത്ത ഇതെല്ലാം ഗ്രൂപ്പ് ബിയിലാണ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഗ്രൂപ്പ് എയിലും ഏതുണ്ട്? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങുകളിൽ പെട്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ഗ്രൂപ്പ് സി എന്നാണ്. ഗ്രൂപ്പ് സിയിൽ പെടാത്ത ബിൽഡിങ്ങുകളെല്ലാം ഏതിൽ വരും? ഗ്രൂപ്പ് എയിൽ വരും. അതെന്താന്നുള്ള ഗ്രൂപ്പ് സി പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ആക്കി തരാം. അപ്പൊ എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മിനിമം 8 മണിക്കൂറെങ്കിലും അവിടെ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള വർക്ക് ആക്ടിവിറ്റീസ് നടന്നിരിക്കണം. ഒരാഴ്ചയിൽ മിനിമം 8 മണിക്കൂറെങ്കിലും അവിടെ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്നിരിക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ അതിനെ എന്തായിട്ട് പരിഗണിക്കുകയുള്ളൂ? ഗ്രൂപ്പ് ബി ബിൽഡിങ്ങുകളായിട്ട് പരിഗണിക്കുള്ളൂ. കാരണം അതിനകത്ത് ഈ ടാക്സിനും കാര്യങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ട്. അതായത് എഡ്യൂക്കേഷൻ ബിൽഡിങ്ങിൽ വേറെ ടാക്സ് ആണ്, ഈ നമ്മുടെ താമസത്തിനുള്ളതിന് വേറെ ടാക്സ് ആണ്. അപ്പൊ ഓരോന്നിനും ടാക്സ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ടാക്സ് കുറവുള്ളതാണ് എഡ്യൂക്കേഷൻ ബിൽഡിങ്ങുകളൊക്കെ. അപ്പൊ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് അതുകൊണ്ട് എല്ലാവരും 1 മണിക്കൂർ ക്ലാസ് നടത്തുന്നു പറഞ്ഞിട്ട് നമുക്കൊരു ബിൽഡിങ്ങിനെ അങ്ങനെ ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് സ്പെസിഫിക് ആയിട്ട് വെച്ചേക്കുന്നത്. മിനിമം 8 മണിക്കൂർ ഒരു ആഴ്ചയിൽ അവിടെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് നടന്നിരിക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഗ്രൂപ്പ് സി ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് സി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗിലാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗിൽ C1, C2, C3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്. C1 എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ആൻഡ് സനറ്റോറിയ എന്നാണ്. സനറ്റോറിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗമൊക്കെ ബാധിച്ചിട്ടുള്ള ആളുകളെ താമസിപ്പിച്ചുകൊണ്ടുള്ള, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ TB, അതായത് പകർച്ചവ്യാധികളുള്ള ആളുകളെയൊക്കെ ഇപ്പൊ നമ്മള് നമ്മുടെ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ ക്വാറന്റൈനൊക്കെ ആളെ താമസിപ്പിച്ചില്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് എന്ത് പറയാം? സാനറ്റോറിയ എന്ന് നമുക്ക് പറയാം. സാനറ്റോറിയ എന്ന് പറയാം. അപ്പൊ ഹോസ്പിറ്റൽസും സാനറ്റോറിയൊക്കെ ഏതിൽ വരുന്നതാണ്? C1 എന്നുള്ള ഗ്രേഡിൽ വരുന്നതാണ്. ഇനി C2 എന്നുള്ളത് കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഫനേജുകൾ, അതിൽ ഓൾഡ് ഏജ് ഹോമുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റോഡിയൽ ഓർഫനേജും അതുപോലെ തന്നെ ഈ നമ്മുടെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ നമ്മൾ ഏതിൽ വരുന്നു? C2 വരുന്നതാണ്. ഇനി C3 എന്ന് പറഞ്ഞാൽ പീനൽ ആൻഡ് മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പീനൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജയിലുകൾ, അതുപോലെ തന്നെ മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മെന്റൽ ഹോസ്പിറ്റലുകൾ, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? C3 എന്ന കാറ്റഗറിയിൽ വരുന്നത്. ജയിലുകൾ, അതായത് ആളുകളെ, കുറ്റക്കാരെ അവരുടെ മനം മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകളാണ്. താമസിപ്പിച്ച് മനം മാറ്റി എടുത്ത് ദുർഘട പരിഹാര പാഠശാല നമ്മൾ പറയാറില്ലേ?
എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് ജയിലുകൾ. നമ്മൾ കോമൺ ആയിട്ട് നമ്മളോട് ജയിലുകൾ, പെയിനൽ ആൻഡ് മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജയിലുകളും അതുപോലെ തന്നെ മെന്റൽ ഹോസ്പിറ്റലുകളും. ഇത് നമ്മൾ പറയുന്ന പേരാണ് C3 ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. അപ്പൊ C ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങുകളാണ് ഹോസ്പിറ്റല്, ഓർഫനേജ്, അതുപോലെ തന്നെ ജയില്, മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലുകൾ, ഇങ്ങനെയുള്ള എല്ലാം വരുന്നതാണ് ഗ്രൂപ്പ് C എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് D എന്ന് പറഞ്ഞാൽ അസംബ്ലി ബിൽഡിംഗ് ആണ്. നമ്മൾ കൂട്ടം ചേരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹാള്, ഇതൊക്കെ ഏതിൽ വരും? അസംബ്ലി ബിൽഡിങ്ങുകളിൽ വരും. ഇനി ഗ്രൂപ്പ് E എന്ന് പറഞ്ഞാൽ ബിസിനസ് ബിൽഡിങ്ങിലാണ്. ബിസിനസിന് ഉദാഹരണം നമ്മൾ പറയാറുള്ളത് ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പുകൾ, ഇതെല്ലാം ബിസിനസ് ബിൽഡിങ്ങുകളിൽ, അങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ബിസിനസ് ബിൽഡിങ്ങിന്റെ ഉദാഹരണങ്ങളാണ്. ഓഫീസ് ബിൽഡിങ്ങുകളൊക്കെ ഏതിൽ വരുന്നതാണ്? ഈ ബിസിനസ് ബിൽഡിങ്ങുകളിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഗ്രൂപ്പ് F എന്ന് പറഞ്ഞാൽ മെക്കൻഡേൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കച്ചവട സ്ഥാപനങ്ങളാണ്. കച്ചവട സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഷോപ്പുകൾ. ഇപ്പൊ നമ്മള് ലുലുവിലൊക്കെ ഇടയ്ക്ക് അവിടെ നിൽക്കുന്ന കച്ചവടത്തിന് നിൽക്കുന്ന മെർക്കൻഡൈസ് എന്ന് നമ്മൾ പറയാം. അപ്പൊ മെർക്കൻഡൈൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കച്ചവടം നടത്തുന്ന ആളുകളെയാണ് നമ്മൾ എന്താ പറയാ? മെർക്കൻഡൈൽ ബിൽഡിങ്ങുകൾ. അങ്ങനെ ആ ബിൽഡിങ്ങുകളാണ് നമ്മൾ മെർക്കൻഡൈൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഗ്രൂപ്പ് G എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകളാണ്. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത്, അതായത് വ്യവസായ സംരംഭങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങുകളാണ് നമ്മൾ ഗ്രൂപ്പ് G എന്ന് പറയുന്നത്. ഗ്രൂപ്പ് H എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ബിൽഡിങ്ങുകളാണ്. വെയർഹൗസുകൾ, ഇങ്ങനെയുള്ളതൊക്കെ ഏത് വരുന്നതാണ്? ഗ്രൂപ്പ് H വരുന്നതാണ്. ഇനി ഗ്രൂപ്പ് I എന്ന് പറഞ്ഞാൽ ഹസാഡസ് ബിൽഡിങ്ങുകൾ. ഹസാഡസ് ആയിട്ടുള്ള ഐറ്റംസ് കൈകാര്യം ചെയ്യുന്ന ബിൽഡിങ്ങുകളാണ്. അതായത് അപകടകരമായ രീതിയിലുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബിൽഡിങ്ങുകളാണ് നമ്മൾ എന്താ പറയുക? ഹസാഡസ് ബിൽഡിംഗ് എന്ന് പറയാം. അപ്പൊ അവിടെ അതിന് വരുന്നത് ഗ്രൂപ്പ് I ആണ്. ഗ്രൂപ്പ് I എന്ന് പറഞ്ഞാൽ ഹസാഡസ്. ഇനി ഗ്രൂപ്പ് J എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലക്സ് ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ മാളുകൾ, ഇങ്ങനെയുള്ള ഏതിൽ വരുന്നതാണ്? ഗ്രൂപ്പ് Jയിൽ വരുന്നതാണ്. മൾട്ടിപ്ലക്സ് ഒരുപാട് തിയേറ്ററുകളൊക്കെ ഉള്ളതിനാണ് നമ്മൾ മൾട്ടിപ്ലക്സ് എന്ന് പറയാം. രണ്ടോ മൂന്നോ തിയേറ്റർ ഉൾക്കൊള്ളുന്ന ഒരു ബിൽഡിങ്ങിനെയാണ് നമ്മൾ മൾട്ടിപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനാണ് ഗ്രൂപ്പ് J എന്നുള്ള പറയാറുള്ളത്. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഈ എക്സാമിന്. അപ്പൊ ഇത് ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറയാം? നമുക്കൊരു കഥ പോലെ പറയാം, അല്ലെ? ഒരു കഥ പറഞ്ഞുതരാം. അപ്പൊ ഈ കഥ എല്ലാവരും കേട്ടിരിക്കുക. എങ്ങനെയാണ്? ഞാൻ എൻ്റെ വീട്ടിലാണ് ജനിച്ചത്. അപ്പൊ ഗ്രൂപ്പ് A ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വീടാണ്. വീട്ടിൽ ജനിച്ചതിന് ശേഷം എൻ്റെ വീട്ടുകാരെന്ത് ചെയ്തു? സ്കൂളിൽ കൊണ്ടാക്കി. അപ്പൊ സ്കൂളിൽ നിന്ന് എഡ്യൂക്കേഷൻ ബിൽഡിംഗ് ആണ് 2, ഗ്രൂപ്പ് B എന്ന് പറയുന്നത്. C എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ആ സ്കൂളിൽ പോണ സമയത്ത് എനിക്കൊരു അസുഖം വന്നു. അങ്ങനെ അസുഖം വന്ന സമയത്താണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനൊരു അനാഥനാണെന്നുള്ളത്. അപ്പൊ അനാഥനായ എനിക്ക് എന്ത് പറ്റി? മെന്റലായിട്ട് പ്രശ്നങ്ങൾ വന്നു. മാനസികമായിട്ട് ഞാൻ ആകെ തകർന്നുപോയി. അങ്ങനെ മാനസികമായിട്ട് തകർന്ന എന്നെ മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടാക്കി. അങ്ങനെ മാനസിക രോഗ ആശുപത്രിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ ഈ ഇതുപോലെ മെന്റർമാർ, ഇങ്ങനെയുള്ള നമ്മുടെ മെന്റൽ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ഒക്കെ തരാൻ വേണ്ടി ആളുകൾ വന്ന് അവർ നമ്മളൊരു അസംബ്ലി ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടിയിരുത്തി. അങ്ങനെ ഇരുത്തുന്ന സമയത്ത് എനിക്ക് അവിടെ കുറെ ഫ്രണ്ട്സിന് കിട്ടി. അപ്പൊ ഫ്രണ്ട്സിന്റെ ഒരാളുടെ പേരാണ് എൽദോ, അതുപോലെ ഫ്രാൻസിസ്, അതുപോലെ ഗംഗാധരൻ, അല്ലെങ്കിൽ അടുത്തത് ഹാരിസ്. പിന്നെ അതിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഐഷു എന്നൊരു പൊട്ടിത്തെറിച്ചൊരു പെൺകുട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ എൽദോ പറഞ്ഞു, ഞാൻ ഇത് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്തിട്ട് വലിയ ഒരു ബിസിനസ് മാൻ ആവാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് പറഞ്ഞു, ഞാൻ കച്ചവടം ചെയ്യാനാണ്. അപ്പൊ ഗംഗാധരൻ പറഞ്ഞു, ഞാനിതൊന്നുമല്ല, ഞാനൊരു വ്യവസായം തുടങ്ങാനാണ് പോകുന്നത്. അപ്പൊ വ്യവസായം തുടങ്ങാനപ്പോ ഹാരിസ് പറഞ്ഞു, നീ വ്യവസായം തുടങ്ങുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിന്റെ വ്യവസായ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂം ഇതാക്കാം. അപ്പോ ഐഷു, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഐഷു എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട്. ഐഷു എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു പൊട്ടിത്തെറിച്ച സ്വഭാവമുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ വളരെ ഹസാഡസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഐഷു എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ പറയണൊക്കെ കേട്ടോണ്ടിരുന്ന ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊന്നും പോകുന്നില്ല, ഞാനൊരു മൾട്ടിപ്ലക്സിൽ പോയിട്ട് സിനിമ കാണാൻ പോവാം. അപ്പൊ ഇതോടെ ഇത്രയും നേരം ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചു. എന്റെ കഥ കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ഒരു സ്റ്റോറിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഒരു ബന്ധം ഉണ്ടാവണ്ട, നിങ്ങൾ റിലേറ്റ് ചെയ്ത് ഓർത്തു വെച്ചാൽ ഈ സംഗതികൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഈ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ഭാവനയിൽ ഇതേപോലൊരു കഥ ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ രീതിയിലാണ് ഇതിന്റെ കഥകൾ, ഈ കഥയിലൂടെയാണ് ഞാൻ ഈ സാധനം പഠിച്ചു വെച്ചത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതിലേക്ക് പോകല്ലേ? ഇതുവരെ പറഞ്ഞ ബിൽഡിങ്ങിന്റെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ബിൽഡിങ്സ് എങ്ങനെ വരുന്നു എന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഈസ് ദ മാക്സിമം പെർസെന്റേജ് ഓഫ് കണ്ടിജൻസീസ് അലൗഡ് വെൻ പ്രിപ്പയറിംഗ് പ്രിലിമിനറി approximate estimate? Preliminary or approximate estimate.
പ്രിലിമിനറി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം കണ്ടിജൻസി എത്ര വരെ കൊടുക്കാം? 5%, 10%, 20%, 1%. ശ്രീനന്ദിനി ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ആൻസർ ചെയ്യൂ പെട്ടെന്ന്. മെറിൻ, ഷിൻസി, ശ്രീദേവ്, ഓക്കെ, സ്നേഹ, ലിനി. ക്വസ്റ്റ്യൻ ഒന്നോട് വായിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കീ വേർഡുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പെർസെന്റേജ് ഓഫ് കണ്ടിജൻസിയാണ് നമുക്ക് അറിയേണ്ടത്. അലോഡ് വെൻ പ്രിപ്പയറിംഗ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, ഇതിലാണ് നമുക്ക് വേണ്ടത്. ദീപ്തി, അതുപോലെ തന്നെ ഇവരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാണ് നമുക്ക് ആൻസർ വരിക? 5% ആണോ, 10% ആണോ, 20% ആണോ, 1% ആണോ? ഏതാണ് ആൻസർ വരിക? 5%, 10%, 20%, 1%. പ്രിലിമിനറി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് കണ്ടിജൻസീസ് എത്ര വരെ കൊടുക്കാം? മാക്സിമം കൊടുക്കാൻ പറ്റുന്ന കണ്ടിജൻസി എത്രയാണ്? ഇതാണ് നമ്മളോട് ചോദ്യം. അപ്പൊ ആൻസറിലേക്ക് പോട്ടെ, എന്നിട്ട് നമുക്ക് എന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇവിടെ ആൻസർ വരിക 10% ആണ്. 10% നമ്മളിവിടെ ആൻസർ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, എങ്ങനെയാണ് ആൻസർ വരിക നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റിനെ കുറിച്ച് നമ്മൾ നോക്കാം. അപ്പൊ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഒരു പ്രൊജക്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് അറിയാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എനിക്കൊരു ബിൽഡിംഗ് കൊണ്ടുവരണം. ഞാനാണ് അവിടുത്തെ പ്രധാന അധ്യാപകനെങ്കിൽ എനിക്ക് അവിടെ ഒരു ബിൽഡിംഗ് കൊണ്ടുവരണം. അപ്പൊ ബിൽഡിംഗ് കൊണ്ടുവരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവിടുത്തെ ഏതെങ്കിലും ഒരു സർവേയറെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു ഓവർസിയറെ വിളിച്ചിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഒരു ഓവർസിയറെ വിളിച്ചിട്ട് ഞാൻ അയാളെ പറഞ്ഞ് ധരിപ്പിക്കും, എനിക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് വേണം, ഇത്ര കുട്ടികൾ വേണം, അപ്പൊ ആ ഇത്ര കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാൻ സൗകര്യമില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം, ഇന്ന സ്ഥലത്താണ് ഉണ്ടാക്കണം, ലൊക്കേഷൻ കാണിച്ചു കൊടുക്കും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാൾ അത് അവിടെ പോയി നോക്കിയിട്ട് അതിനൊരു എസ്റ്റിമേറ്റ് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ ആ എസ്റ്റിമേറ്റ് ഞാൻ എന്ത് ചെയ്യണം? ഒരു അധ്യാപകനായ ഞാൻ എന്ത് ചെയ്യണം? ഇത് എന്റെ ഹയർ അതോറിറ്റിക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഈ എന്റെ ഹയർ അതോറിറ്റി അവർ പറയും, ഓക്കെ ശരി, നിങ്ങൾ അവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കിക്കോ എന്ന് നമുക്കൊരു പെർമിഷൻ തന്നു. അങ്ങനെ പെർമിഷൻ തന്നപ്പോ ഈ ഹയർ അതോറിറ്റിക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ എന്താ അയച്ചു കൊടുക്കുക? അന്നേരം അയച്ചു കൊടുക്കുന്നതാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എക്സാക്ട് എത്ര വരും എന്നുള്ളത്. നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൊടുക്കാനുണ്ട്. എന്ത് കൊടുക്കാനുണ്ട്? ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു റിപ്പോർട്ടും കൂടി ഇതിന്റെ കൂടെ കൊടുക്കും. അതായത് എനിക്ക് ഈ സ്കൂൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ ബിൽഡിംഗ് ഇവിടെ വന്നില്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ വന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതായത് അവരെ കൺവിൻസ് ചെയ്യുക, എന്റെ ഹയർ അതോറിറ്റിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഈ ഡ്രോയിങ്ങുകളുടെ ഒപ്പം, അല്ലെങ്കിൽ ഈ ഒരു റഫ് ഡ്രോയിങ്ങിന്റെ ഒപ്പം അതിനോടൊപ്പം എന്ത് കൂടി ചേർത്ത് കൊടുക്കും? ഞാൻ ഈ റഫ് എസ്റ്റിമേറ്റും ഈ റിപ്പോർട്ടും കൂടി കൊടുക്കും. അങ്ങനെ ഈ എസ്റ്റിമേറ്റിന് എനിക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടും, അതായത് ഭരണാനുമതി കിട്ടും. ഭരണാനുമതി നമുക്ക് പറയാം, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടും. അപ്പൊ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കുക. ഇനി ഈ ഭരണാനുമതി കിട്ടിയ സാധനത്തിന് പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതിന്റെ പൈസ എവിടുന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഒരു സാങ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സാങ്ഷൻ എന്ന് പറഞ്ഞൊരു സാങ്ഷൻ കൂടി കിട്ടാണ്ട്, അത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കിട്ടുന്നത്. അതായത് ഇതിന് പൈസ അവർ മുടക്കിക്കോളാം എന്നുള്ള ഒരു ഉറപ്പാണ് അവർക്ക് കിട്ടുക, നമുക്ക് തരാണ്ട്. അവർക്ക് കൊടുക്കണമെങ്കിൽ ഇതിന്റെ എക്സ്പെൻഡിച്ചർ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്തിനോട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നമ്മൾ കൊടുക്കണം. അതായത് ഇതിന്റെ മുഴുവൻ വിവരങ്ങളും കാണിച്ച്, എന്തോരം ബിൽഡിംഗ് ഉണ്ട്, അതിന് എത്ര കോസ്റ്റ് വരും, എക്സാക്ട് എത്ര കോസ്റ്റ് വരും, എന്തൊക്കെ മെറ്റീരിയൽ വേണം, ഇങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു EFSന് കൊടുക്കണം. ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പോകേണ്ടത് ഇതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ ആണ്. അതായത് ഈ ഡിസൈൻ പ്രകാരം അല്ലെങ്കിൽ ഈ രീതിയിൽ അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇതിനനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച്, ഇതവിടെ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ ഇതനുസരിച്ച് ഇതവിടെ യോജിക്കുമോ, അല്ലെങ്കിൽ ഇതവിടെ ഫീസിബിൾ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു സാങ്ഷൻ കിട്ടാനുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ടെക്നിക്കൽ സാങ്ഷൻ എന്ന്. അപ്പൊ ഈ ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ സാങ്ഷൻ നമ്മൾ കൊടുക്കും. ഈ ടെക്നിക്കൽ സാങ്ഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമാണ് അത് എന്തിനു പോവുള്ളൂ? അടുത്ത ഘട്ടത്തിലേക്ക്. അടുത്ത ഘട്ടമാണ് ടെൻഡറിങ് എന്ന് പറയുന്നത്. അതായത് അപ്പോഴാണ് ടെൻഡർ ചെയ്തിട്ട് ആ കോൺട്രാക്ടർമാർക്ക് ഇത് കൊടുക്കുക, ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ടും 3 സാങ്ഷനുകളാണ് നമ്മൾ ഒരു പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്.
ഇതിന്റെ കൂടെ എന്തിനു വേണം? ഒരു സൈറ്റ് പ്ലാൻ ലേഔട്ടും സൈറ്റ് ലേഔട്ട് വേണം. അതുപോലെ തന്നെ ഒരു റിപ്പോർട്ടും വേണം. റിപ്പോർട്ട് ഞാൻ പറഞ്ഞു, ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി, ഇതിന്റെ ആവശ്യകത ഇവിടെ എന്താണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടിജൻസീസ് 5 മുതൽ 10% വരെ ആവാം. ഇങ്ങനെയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ മാക്സിമം കണ്ടിജൻസി എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ 5 മുതൽ 10% വരെ ആവാം. അപ്പൊ ഇവിടുത്തെ ആൻസർ 10%. എന്താണ് കണ്ടിജൻസീസ്? കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു വർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചെലവുകളെയാണ് നമ്മൾ എന്താ പറയുക, കണ്ടിജൻസീസ് എന്ന് പറയുക. അപ്പൊ സാധാരണ ഏതൊരു വർക്കിനും നമ്മൾ അങ്ങനെ ഒരു ചെലവ് നമ്മൾ എന്ത് വരും, നമ്മൾ മുന്നിൽ കാണേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് കണ്ടിജൻസി. അപ്പൊ പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ 5 മുതൽ 10% വരെ നമുക്ക് കണ്ടിജൻസീസ്, ടോട്ടൽ കോസ്റ്റിന് 5 മുതൽ 10% വരെ കണ്ടിജൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഇനി അതിന് പല മെത്തേഡുകളുണ്ട്. ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡുണ്ട്. അതിന് ഒന്നാമത്തെയാണ് യൂണിറ്റ് ബേസ് മെത്തേഡ്. യൂണിറ്റ് ബേസ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്കൂൾ ബിൽഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയാണ്, അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 200 കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യമുള്ള ഒരു ക്ലാസ് റൂമാണ് എനിക്ക് വേണ്ടത്. 1 2 ക്ലാസ് റൂം വട്ടവർ. അപ്പൊ 200 കുട്ടികളാണ് എനിക്ക് അവിടെ വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു കുട്ടിക്ക് 200 കുട്ടികൾക്ക് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെയാണ് പെർ ഹെഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതിനു മുന്നേ 200 കുട്ടികൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ടോട്ടൽ എത്ര കോസ്റ്റ് വന്നു നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഒരു കുട്ടിക്ക്, അതായത് 200 കുട്ടികളുടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 200 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ ചെലവായെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യും, 200 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു കുട്ടിക്ക് എത്ര ചെലവ് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ ആ കിട്ടിയ എമൗണ്ട് നമുക്ക് ഇവിടെ ചിലപ്പോൾ 100 കുട്ടികളുടെയാണ് വേണ്ടെങ്കിൽ ആ 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ 100 കുട്ടികൾക്ക് എത്ര ചെലവ് വരും, എത്രയുള്ള ബിൽഡിംഗ് ഉണ്ടായാൽ എത്ര ചെലവ് വരും, അപ്രോക്സിമേറ്റ് എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ, സ്കൂളുകളുടെ കാര്യത്തിൽ നമ്മൾ പെർ ഹെഡ് അങ്ങനെയാണ് പറയാം. ഇനി ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ പറയാ ബെഡിന്റെ കാര്യത്തിലാണ്. ഇപ്പൊ 100 കിടക്കയുള്ള ആശുപത്രി അല്ലെ, നമ്മൾ കേട്ടിട്ടില്ലേ, 100 കിടക്കയുള്ള ആശുപത്രി, 150 കിടക്കയുള്ള ആശുപത്രി, ഇങ്ങനെയാണ് നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ നമ്മൾ ഒരു പെർ ഹെഡ് ലെവലിൽ നമ്മൾ പറയാം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയാ, യൂണിറ്റ് ബേസ് മെത്തേഡ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ വെച്ചാൽ പ്ലിന്ത് ഏരിയ മെത്തേഡ് ആണ്. പ്ലിന്ത് ഏരിയ മെത്തേഡ് അതായത് ഇത്രയേ ഉള്ളൂ, പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്ലിന്ത് ഏരിയ ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര കോസ്റ്റ്, ഇപ്പൊ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര രൂപ വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര വന്നു എന്നുള്ളത് ഡിവൈഡ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട എത്രയാണോ അതിനെ അതുകൊണ്ട് ഇൻഡ്യൂ ചെയ്യും. അപ്പൊ ആ നമുക്ക് എന്ത് കിട്ടും, പ്ലിന്ത് ഏരിയ മെത്തേഡ് കിട്ടും. അപ്പൊ പ്ലിന്ത് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നുള്ള ലെവലിലാണ് നമ്മൾ അതിനെ റേറ്റ് പറയാം, വേറെ യൂണിറ്റ് റേറ്റ് പറയാം. എന്നിട്ട് അതിനെ നമ്മൾക്ക് എത്രയുണ്ടോ അതുകൊണ്ട് ഇൻഡ്യൂ ചെയ്തെടുക്കും. ഇനി ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ലെങ്ത്തും എന്താ പറയാ ബ്രെഡ്ത്തും മാത്രമേ ഇതിനകത്ത് എടുക്കുള്ളൂ. പ്ലിന്ത് ഏരിയ എന്ന് പറയുമ്പോൾ അല്ലെ, ലെങ്ത്തും നീളവും വീതിയും മാത്രമേ എടുക്കുള്ളൂ. ക്യൂബിക്കൽ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതും കൂടി എടുക്കും, അതിന്റെ ഹൈറ്റും കൂടി കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്തൊരു ടോട്ടൽ വോളിയം എടുക്കും. വോളിയം എടുത്തിട്ട് ഒരു വോളിയത്തിന് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വോളിയത്തിന് എത്ര രൂപ ചെലവായി, ഇതിന് മുന്നേ ചെയ്തതോ അല്ലെങ്കിൽ പണ്ടത്തെ എപ്പോഴെങ്കിലും ചെയ്ത കാര്യങ്ങളിൽ അതിനകത്ത് ഒരു യൂണിറ്റിന് എത്ര ചെലവായി, അവൽ ഇതേപോലെ സിമിലർ ആയിട്ടൊരു ബിൽഡിങ്ങിന് എത്ര ചെലവായി, ആ യൂണിറ്റ് ഓരോ യൂണിറ്റിന് എത്ര ചെലവായി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ യൂണിറ്റുമായിട്ട് ഇൻഡ്യൂ ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കും, നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. ഈ 3 മെത്തേഡിൽ ഏറ്റവും ആക്യുറേറ്റ് ഉള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡാണ്. മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ക്യൂബിക്കൽ കണ്ടന്റ്. ഈ 3 യൂണിറ്റുകളിൽ, ഈ 3 മെത്തേഡുകളിൽ, അതായത് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളിൽ 3 എണ്ണത്തിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളതാണ് ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡാണ്. ഇത് ഏതിലാ യൂസ് ചെയ്യുക, ഹൈ സ്റ്റോറീസ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിലൊക്കെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് യൂസ് ചെയ്യുക. പിന്നെ അപ്രോക്സിമേറ്റഡ് ക്വാണ്ടിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അപ്രോക്സിമേറ്റഡ് ക്വാണ്ടിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു വാൾ ഉണ്ടാക്കാനാണ്, ആ വാൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മീറ്ററിന്, റണ്ണിങ് മീറ്ററിന് എത്ര ചെലവായി, അപ്പൊ അതിനകത്ത് ലെങ്ത്തും അല്ലെ ഹൈറ്റും വിഡ്ത്തും ഒന്നും ഇല്ല, എന്ത് മാത്രമേ ഉള്ളൂ, ലെങ്ത് മാത്രം എടുക്കും. അപ്പൊ 10 മീറ്റർ ആണ് അവിടെ ഉള്ള ബിൽഡിംഗ്, ഒരു വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ വാളിന് 10 മീറ്ററിന് 10,000 രൂപ ചെലവായി. അങ്ങനെയാണ് ഒരു മീറ്ററിന് ഈ 10,000-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ നമുക്ക് എത്ര മീറ്റർ ഉണ്ടാക്കണോ അതിനെ കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, അപ്രോക്സിമേറ്റഡ് ക്വാണ്ടിറ്റി മെത്തേഡ്, റണ്ണിങ് മീറ്ററിലാണ് നമ്മൾ അത് എടുക്കുക. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനുള്ള മെത്തേഡുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിലേക്കാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പൊ എന്താണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ FS നമ്മളെ ഫിനാൻഷ്യൽ സാങ്ഷന് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ കൂടി, FS നമ്മൾ മറ്റൊരു പേരുണ്ട്, എക്സ്പെൻഡിച്ചർ സാങ്ഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സാങ്ഷൻ. TS എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സാങ്ഷൻ എന്നാണ്, TS എന്നാണ് സാധാരണ പറയാറുള്ളൂ.
ഈ ഇപ്പൊ നിങ്ങൾ തേർഡ് ഗ്രേഡ് ഓവർസിയർ ആയിട്ട് നിങ്ങൾ പോകുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഈ TS-ഉം FS-ഉം AS-ഉം ഒക്കെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് മെഷർമെന്റ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് ഏതെന്ന് പറയുന്നത് ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പൊ ഇതിന് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് വെച്ചാൽ ഇതിന്റെ മൊത്തം കാൽക്കുലേഷൻ എടുക്കും. അതായത് എത്ര നീളമുണ്ട്, എത്ര ലെങ്ത് ഉണ്ട്, അതിനകത്ത് എത്ര എണ്ണം വരും, ഇപ്പൊ ബ്രിക്ക് ആണെങ്കിൽ എത്ര എണ്ണം വരും, അങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ അതിന്റെ യൂണിറ്റുകൾ നമ്മൾ എടുക്കും. കാൽക്കുലേഷൻ നമ്മൾ അളന്ന് സൈറ്റിൽ അളന്ന് കാര്യങ്ങളൊക്കെ കാൽക്കുലേഷൻ എടുക്കും. അതിനുശേഷം ആ ഒരു കിട്ടുന്ന യൂണിറ്റ്, ഇപ്പൊ ബ്രിക്ക് നമുക്ക് എല്ലാ ചുമരങ്ങളോടും നമ്മൾക്ക് അളന്നു. അപ്പൊ നമുക്ക് 5000 ബ്രിക്ക് എന്നുള്ളത് നമുക്ക് ക്വാണ്ടിറ്റി ഇവിടെ കിട്ടി. അപ്പൊ ഇതൊരു ഫോമാണ്, ഒരു ഫോമിൽ നമ്മൾ എഴുതി ഉണ്ടാക്കി. അപ്പൊ ഡീറ്റെയിൽസ് മെഷർമെന്റ് ആ ക്വാണ്ടിറ്റീനെ നമുക്ക് എത്രയാണോ യൂണിറ്റ് റേറ്റ്, അതായത് നമുക്ക് ആ ബ്രിക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് കിട്ടും എന്നുള്ളതിന് യൂണിറ്റ് റേറ്റ് വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് ആണ്, ഈ യൂണിറ്റുകളുടെ എല്ലാം ടോട്ടൽ കോസ്റ്റ് ആണ് നമുക്ക് എവിടെ കിട്ടുക, അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അപ്പൊ രണ്ട് ഭാഗമായിട്ടാണ് ഉണ്ടാക്കുക. ആദ്യം മെഷർമെന്റ് ചെയ്തിട്ട് യൂണിറ്റ് കാര്യങ്ങൾ എത്ര യൂണിറ്റ് ആവശ്യമുണ്ടെന്നുള്ളത് നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം ആ ക്വാണ്ടിറ്റിയും നമ്മുടെ റേറ്റും വെച്ചിട്ട് നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് നമ്മൾ അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കും. അപ്പൊ ഇതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമ്മൾ വരുന്ന സമയത്ത് കണ്ടിജൻസി നമുക്ക് 3 മുതൽ 5% വരെയാണ് കൊടുക്കുക. 3 മുതൽ 5%. ഓർത്തു വയ്ക്കുക, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കാണാത്ത ചെലവുകൾ ഇവിടെ കുറയണം അല്ലെ. മറ്റേത് നമ്മളൊരു അപ്രോക്സിമേറ്റ് ആണ് പറഞ്ഞു, അപ്പൊ കുറച്ച് കാണാത്ത ചെലവുകൾ നമുക്ക് അതിനകത്ത് കൂടുതൽ വരും. ഇവിടെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അങ്ങനത്തെ ചെലവുകൾ കുറഞ്ഞേ വരാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ കണ്ടിജൻസി നമ്മൾ കൊടുക്കുക 3 മുതൽ 5% വരെയാണ്. അപ്പൊ സാധാരണ നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, കണ്ടിജൻസി എത്രയാ കൊടുക്കുക ക്വസ്റ്റ്യൻ വന്നാൽ എത്രയാണ് എഴുതേണ്ടത്, 3 മുതൽ 5% വരെയാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനാണ് അവിടെ ചോദിക്കുന്നത്. അതേസമയം പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ് ചോദ്യത്തിലുള്ളതെങ്കിൽ മാത്രമാണ് എന്ത് 5 മുതൽ 10% വരെ വരേണ്ടത്. ക്ലിയർ ആണെന്ന് വിവരിക്കുന്നു. ഓക്കെ, ഇതിന്റെ കൂടെ എന്തൊക്കെ വേണം, ഈ ഡീറ്റെയിലിന്റെ കൂടെ അതായത് FS അല്ലെങ്കിൽ TS കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം, നേരത്തെ നമ്മൾ പറഞ്ഞ റിപ്പോർട്ട്, അതായത് ഇതിന്റെ ഫീസിന്റെ ആവശ്യകത എന്താണെന്നുള്ള റിപ്പോർട്ട്. അടുത്ത സ്പെസിഫിക്കേഷൻ, ഏത് സ്പെസിഫിക്കേഷൻ പ്രകാരമാണ് നമ്മൾ ഈ ബിൽഡിംഗ് ഉണ്ടാക്കണേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പോളിടെക്നിക് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ, പോളിടെക്നിക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് ഉണ്ടാവേണ്ടത് AICTE സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കണം. അതായത് AICTE സ്റ്റാൻഡേർഡ് അല്ല നമ്മൾ സാധാരണ ഒരു പബ്ലിക് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത്. AICTE സ്റ്റാൻഡേർഡ് പ്രകാരം AICTE ആണ് അതിന് അംഗീകാരം കൊടുക്കുന്നത്, ആ സ്ഥാപനത്തിന് അംഗീകാരം കൊടുക്കുന്ന AICTE ആണ്. അപ്പൊ അവർക്ക് ചില സ്പെസിഫിക്കേഷൻ ഉണ്ട്. അവരുടെ ക്ലാസ് റൂം ഇത്രയായിരിക്കണം, അവർക്ക് നടന്നു പോകാൻ റാമ്പ് ഇത്ര വേണം, അതിന് ഇത്ര ചെരിവാണ് ഉണ്ടാവേണ്ടത്, അങ്ങനെ പല രീതിയിലുള്ള സ്പെസിഫിക്കേഷനും അവർ പറയും. അപ്പൊ ഏത് സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് അല്ലെങ്കിൽ ഇവിടെ ഈ പ്രൊജക്ട് തയ്യാറാക്കുന്നത്, ആ സ്പെസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനി അടുത്ത ഡ്രോയിങ്സ് എല്ലാം വേണം, പ്ലാൻ വേണം, എലിവേഷൻ വേണം, സെക്ഷൻ ഡ്രോയിങ്ങുകൾ വേണം, ഇതെല്ലാം വേണം. പിന്നെ ഡിസൈൻ ചാർട്ട് ആൻഡ് കാൽക്കുലേഷൻ വേണം. ഏത് രീതിയിലുള്ള ഡിസൈൻ ഒക്കെ എത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ലോഡ് വരുന്ന എത്രയാണ് കൺസിഡർ ചെയ്തത്, അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥയുടെ കാറ്റിന്റെ ഗതി അല്ലെങ്കിൽ കാറ്റിന്റെ ആ ഒരു ശക്തി, ഇതൊക്കെ എത്രയാണ് കൺസിഡർ ചെയ്തത്, അതിന്റെ ചാർട്ട് ഏതാണ്, അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ഏതിന്റെ കൂടെ വേണം, ഈ പറയുന്ന ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന്റെ കൂടെ വേണം. അതുപോലെ തന്നെ അതിന്റെ കൂടെ അടുത്ത് വരുന്നതാണ് ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുള്ള ആ വസ്തുക്കളുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ്. ഇപ്പോൾ സിമെന്റ് അല്ലെങ്കിൽ ഇഷ്ടികയ്ക്ക് ഇത്ര രൂപയാന്നുള്ളത് നമുക്ക് കടയിൽ പോയിട്ട് ചോദിച്ചിട്ടല്ല നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. അതിന് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉള്ള ഒരു ബുക്ക് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറയുക. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് DSR ആണ്, ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് എന്നുള്ള ഡൽഹിയിലുള്ള വില വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്. 2010 അത് ഓരോ പ്രാവശ്യം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് PWD ഒക്കെ ഉപയോഗിക്കുന്നത് 2018 പുതുക്കിയതാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആ വസ്തുവിന് എത്രയാണോ വിലയുള്ള മാർക്കറ്റ് റേറ്റ് എത്രയാണോ ആ റേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റിന്റെ കൂടെ ഒരു യൂണിറ്റ് കോസ്റ്റ് നമ്മൾ ഇൻഡു ചെയ്യുമ്പോൾ ഈ DSRൽ എത്രയാണോ, അപ്പോൾ അതിനകത്ത് ബ്രിക്കിന് ഇത്ര രൂപ എന്നുണ്ടാവും. അപ്പൊ ആ റേറ്റ് ആണ് നമ്മൾ ഇവിടെ ഇൻഡു ചെയ്യേണ്ടത്. ക്ലിയർ ആയി? അല്ലാതെ നിങ്ങൾ ഓരോ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ കടകളിൽ പോയിട്ട് ആ ചേട്ടാ ഇന്ന് സിമെന്റിന് എത്ര വില, ഇന്ന് കമ്പിക്ക് എത്ര വില എന്ന് ചോദിച്ചിട്ടല്ല നമ്മൾ ഇടുക. അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഈ DSR നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയാം സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് ആണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്, DSR ആണെന്ന് മാത്രം. അപ്പൊ DSR ഉപയോഗിച്ചുള്ള റേറ്റ് ഏതാണോ ആ റേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ ഇൻഡു ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കണ്ടിജൻസി ഞാൻ പറഞ്ഞു 3 മുതൽ 5%. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഏതിന്റെ കൂടെ വേണ്ടത്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന്റെ കൂടെ വേണ്ടത്. ഇനി അടുത്തതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കൊടുത്തു കഴിഞ്ഞു, നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊന്നും അല്ല ചെലവ് വന്നേക്കുന്നത്, മറ്റു കുറച്ച് ചെലവ് കൂടി വന്നു.
അങ്ങനെ വരുമ്പോൾ വർക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ചെയ്തതിന് മുന്നേ നമുക്ക് മനസ്സിലായി ഇതല്ല, ഇതിൽ ചെലവ് കൂടും എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റ് ആണ് റിവൈസ്ഡ്, അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് RE എന്നാണ് പറയാം. നമ്മൾ ഓഫീസുകളിലൊക്കെ പോയി എല്ലാവരും പറയാം RE ചെയ്തോന്ന് പറയും, RE എന്നാണ് പറയാം. അപ്പൊ എപ്പോഴാണ് ഈ RE ചെയ്യേണ്ടി വരിക? ടെക്നിക്കൽ സാങ്ഷൻ ഒരു എസ്റ്റിമേറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയെന്ന് 5% കോസ്റ്റ് കൂടുകയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ, അങ്ങനെ വന്നാൽ RE ചെയ്യണം. 5% കൂടുതൽ അതിന്റെ കോസ്റ്റ് കൂടുകയാണെങ്കിൽ, ടോട്ടൽ കോസ്റ്റിന് 5% വീണ്ടും കൂടുകയാണെങ്കിൽ അപ്പോൾ RE ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയ ഒരു സാധനത്തിന് അത് 10% കൂടുകയാണെങ്കിൽ, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുമ്പോൾ 5% കൂടിയാൽ നമ്മൾ ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന്റെ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും ആദ്യം കിട്ടുന്ന സാങ്ഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ആ കൊടുത്ത ഇതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കണ്ടിജൻസി 10% അവിടെ കൊടുത്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? കണ്ടിജൻസി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുമ്പോൾ പ്രിലിമിനറി എസ്റ്റിമേഷന്, അപ്പൊ അവിടെ 10%, ആ 10% കണ്ടിജൻസിയിൽ അഡ്ജസ്റ്റ് ആയി പൊക്കോളും. 10-ലും കൂടുതൽ വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം? RE ചെയ്തോണം. ഇവിടെ എസ്റ്റിമേറ്റ് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 3 മുതൽ 5% വരെ ഇവിടെ കണ്ടിജൻസി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഡീറ്റെയിൽ എസ്റ്റിമേറ്റിൽ. അപ്പൊ ആ 5%-ലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ, 5% വരെ വന്നാൽ ഏതിൽ ഇൻക്ലൂഡ് ആയിക്കോളും? ഈ കണ്ടിജൻസിയിൽ ഇൻക്ലൂഡ് ആയി പോയിക്കോളും. 5%-ന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകണം? ഈ പറഞ്ഞ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിലേക്ക് പോകണം. റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് പോയി കഴിഞ്ഞാൽ അതിന് വീണ്ടും എങ്ങോട്ട് പോകണം? ടെക്നിക്കൽ സാങ്ഷനിലേക്ക് വീണ്ടും പോകണം. ഇനി അടുത്ത ഒരെണ്ണം പറയുന്നത് വെൻ ദർ ഇസ് എ മെറ്റീരിയൽ ഡീവിയേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ചുടുകട്ടയാണ് പറഞ്ഞത്, അതായത് സ്റ്റാൻഡേർഡ് ബ്രിക്ക് ആണ് പറഞ്ഞത്. പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബ്രിക്ക് കിട്ടാനില്ല, ആ ഏരിയയിൽ ഈ സാധനം കിട്ടാനില്ല. അപ്പോൾ നോക്കുമ്പോൾ അതിന്റെ കോൺട്രാക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് വെട്ടുകല്ല് കൊണ്ടുവരാം, അതായത് ലാറ്ററേറ്റ് കൊണ്ടുവരാം. ലാറ്ററേറ്റ് കൊണ്ടുവന്നാൽ ഇതേ റേറ്റ് തന്നെ എനിക്ക് മതി, റേറ്റ് ഒന്നും എനിക്ക് കൂടുതൽ വേണ്ട, ഞാൻ ഇതേ റേറ്റ് തന്നെ ഞാൻ ലാറ്ററേറ്റ് കൊണ്ട് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് മെറ്റീരിയൽ ഡീവിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ചുടുകട്ടയിൽ നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ ഏതാണ്? ഈ ലാറ്ററേറ്റ് ആണ്. ലാറ്ററേറ്റിനും ചുടുകട്ടയ്ക്കും ഒരേ റേറ്റ് ആണെന്നും കൂടി ഇയാൾ പറയാൻ വിചാരിച്ചോ. സപ്പോസ് രണ്ടിനും റേറ്റ് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ പോലും മെറ്റീരിയൽ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് നിർബന്ധമായിട്ടും ഉണ്ടാക്കിയിരിക്കണം. അത് ടെക്നിക്കൽ സാങ്ഷന് പോവുകയും വേണം. ഈ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ടെക്നിക്കൽ സാങ്ഷൻ. ഈ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കുന്ന സാധനമാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു, റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന എസ്റ്റിമേറ്റിൽ ഒരു മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന എമൗണ്ട് അല്ല ഇപ്പോൾ അങ്ങനെ മാറ്റം വന്നതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടായത്. അപ്പൊ ആ എന്ത് മാറ്റമാണ് വന്നത്, ആദ്യത്തെ എത്രയാണ്, ഇപ്പത്തെ എത്രയാണ്, അതാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കുന്ന ടെക്നിക്കൽ സാങ്ഷനോ അല്ലെങ്കിൽ വേറെ സാങ്ഷനോ വേണ്ടി പോകുന്ന സമയത്ത് അവർക്ക് നോക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്തുകൊണ്ടാണ് ഈ RE മാറിയത്, അല്ലെങ്കിൽ ഈ RE വന്നതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ കൂടെ വിടുന്നത്. റിവേഴ്സ് എസ്റ്റിമേറ്റിന്റെ കൂടെയാണ് നമ്മൾ എന്ത് വിടുക? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വിടുക എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഇനി അടുത്തൊരു ഒന്നാണ് നമ്മൾ പറഞ്ഞത് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ആണ്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് നല്ല മഴയൊക്കെയാണ്, അല്ലേ? അപ്പൊ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് അതുവരെ വണ്ടിയൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. നമ്മൾ മഴ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. ഇപ്പൊ കൺസ്ട്രക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? വണ്ടി വരുന്നില്ല. വണ്ടി വരണമെങ്കിൽ റോഡ് നന്നാക്കണം. റോഡ് മുഴുവൻ ചെളിയായി പോയി. നമ്മൾ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല അതിനകത്ത്. അങ്ങനെ വന്നപ്പോൾ അർജന്റ് ആയിട്ട് വർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് നടന്നേ പറ്റുള്ളൂ? അവിടുത്തെ റോഡ് നന്നാക്കി എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഈ വേറൊരു വർക്ക് കൂടി ചെയ്തേ നടക്കൂ എന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സപ്ലിമെന്ററി ആയിട്ട് ഒരു വർക്ക് ചെയ്യണം, എന്നാലേ നമ്മുടെ ഒറിജിനൽ വർക്ക് നടക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക് നടത്താൻ വേണ്ടി അഡീഷണൽ ആയിട്ട് വരേണ്ട ഒരു അഡീഷണൽ വർക്ക് അവിടെ വന്നു. ആ വർക്കിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റിനാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയാം. ഇനി അത് കൂടാതെ നമ്മൾ ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് ഉണ്ട്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് ഉണ്ട്. ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് നമ്മൾ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇതിന് ആനുവൽ ആയിട്ട് റിപ്പയറും കാര്യങ്ങളൊക്കെ വേണം. ഇടയ്ക്ക് ചിലപ്പോൾ പൊട്ടലുണ്ടാവും, അല്ലെങ്കിൽ തേപ്പ് പോയത് സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ പെയിന്റ് പോയ സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ പുട്ടിയിടേണ്ട സ്ഥലങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റിപ്പയർ കാര്യങ്ങളൊക്കെ ആവശ്യങ്ങളുണ്ടാവും. അപ്പൊ ഈ റിപ്പയറുകൾ നടത്താൻ വേണ്ടി നമ്മൾ ഒരു വർഷത്തിൽ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റിനാണ് ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുക. ഇത് സാധാരണഗതിയിൽ ടോട്ടൽ കോസ്റ്റിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റിന്റെ 1.5% കൂടാൻ പാടില്ല. 1.5% കൂടാൻ പാടില്ല. ഇമ്പോർട്ടന്റ് ആണ്.
1.5% എന്ത് കൂടാൻ പാടില്ല? റിപ്പയർ എസ്റ്റിമേറ്റ്, റിപ്പയർ കോസ്റ്റ് കൂടാൻ പാടില്ല. ഒരു വർഷത്തെ റിപ്പയർ കോസ്റ്റ് അതിന്റെ ക്യാപിറ്റൽ കോസ്റ്റിന്റെ 1.5% കൂടെ. എന്താണ് ക്യാപിറ്റൽ കോസ്റ്റ്? ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് ചിലവായ മുഴുവൻ സംഖ്യയും. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണ്, എനിക്കൊരു ബിൽഡിംഗ് തുടങ്ങണം, ഞാനൊരു ഫ്ലാറ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഏതെങ്കിലും നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനൊരു സ്ഥലം കണ്ടു. അപ്പൊ സ്ഥലം കാണാൻ പോണ സമയത്ത് അവിടെ ബ്രോക്കർമാരെ കൊണ്ടുപോകണം അല്ലെ. അങ്ങനെ ഈ ബ്രോക്കറെയും കൂട്ടിയിട്ട് ഞാൻ സ്ഥലം കാണാൻ പോയി. ആ ബ്രോക്കറെ കൂട്ടിപ്പോയ ബ്രോക്കർക്ക് കൊടുത്ത പൈസ തൊട്ട്, ഞാൻ ഉദ്ദേശിച്ചത് A to Z, അതായത് ബ്രോക്കർക്ക് ഞാൻ കൊണ്ടുപോയപ്പോ അയാൾക്ക് ചായ കുടിക്കാൻ പൈസ കൊടുത്തി, ആ പൈസ തൊട്ട് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആയി എന്റെ കയ്യിലേക്ക് കിട്ടുന്നവരെ എനിക്ക് എന്തൊക്കെ പൈസ ചെലവായിട്ടുണ്ടോ, അതായത് അതിന്റെ ഉദ്ഘാടനം വരെ നടത്തി എനിക്ക് എന്തൊക്കെ ചെലവായിട്ടുണ്ടോ, ഈ പൈസേനെയാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഒരു പ്രൊജക്ട് തുടങ്ങി അവസാനിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നവരെ നമ്മുടെ അടുത്ത് ചെലവായ പൈസ, ആ പൈസയുടെ 1.5% എന്താവാൻ പാടുള്ളൂ? റിപ്പയർ കോസ്റ്റ് വരാൻ പാടുള്ളൂ. ക്ലിയർ ആയി വിചാരിക്കുന്നു. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? പെട്ടെന്ന് ആൻസർ ചെയ്യും, നമ്മൾ സമയം ഒരുപാട് വഴിയിരിക്കുന്നു. പെട്ടെന്ന് ആൻസർ പറയും. ക്ലിയർ ആയെങ്കിൽ അടുത്ത സെഷനിലേക്ക് വേണ്ടെന്ന് പോവാം. ഓക്കെ ആണോ? ഓക്കെ, ശരി. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ആണ്. ദ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ ഐറ്റംസ് ഓഫ് വർക്ക് വിത്തൗട്ട് ദെയർ ക്വാണ്ടിറ്റീസ് ടുഗദർ വിത്ത് ദെയർ കറന്റ് റേറ്റ്സ് ഈസ് കോൾഡ്. A document containing detailed description of all the items of work without their quantities, quantity ഇല്ലാതെ, together with their current rate, അതിന്റെ കറന്റ് റേറ്റോട് കൂടിയിട്ട് അതേതായിരിക്കും? പെട്ടെന്ന് ആൻസർ ചെയ്യൂ, പെട്ടെന്ന് ആൻസർ ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 1 മണിക്കൂർ, അതിന് 10 മിനിറ്റ് 9 മിനിറ്റ് കൂടി ഉണ്ട്. ആ 9 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് പറഞ്ഞു തീർക്കാം. പെട്ടെന്നായിക്കോട്ടെ. ഏതാണ്? എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് ഏതാണ്? ഷെഡ്യൂൾ ഓഫ് റേറ്റ് ആണ്. ഷെഡ്യൂൾ ഓഫ് റേറ്റ്. അപ്പൊ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? അതിനകത്ത് ക്വാണ്ടിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. ക്വാണ്ടിറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇൻറ്റു യൂണിറ്റ് റേറ്റ് ആണ് ഏതിലൊരു അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്. ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ടെൻഡറിങ്ങിന്റെ സമയത്ത് കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതായത് ടെൻഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കി, ഏത് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്തെ കോസ്റ്റ് യൂണിറ്റ് റേറ്റ് നമ്മളങ്ങ് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ആ പ്രൊജക്ടിന് എത്ര സാധനം വേണമെന്നുള്ള ലിസ്റ്റ് ആയിരിക്കും ഇത്. അതിനകത്ത് ഈ 2 കോളം ഒഴിവാക്കിയിട്ടുണ്ടാവും. യൂണിറ്റ് റേറ്റ് എത്രയാണെന്നും ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിത് ടെൻഡറിങ്ങിന്റെ സമയത്ത് കോൺട്രാക്ടർക്ക് കൊടുക്കും. കോൺട്രാക്ടർ നിങ്ങൾ ഇത് എത്ര രൂപയ്ക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻഡറിങ്ങിന്റെ സമയത്ത് ആർക്ക് കൊടുക്കുന്നതാണ്? ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്. അതായത് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റിനകത്ത് എന്തുണ്ടാവില്ല? ക്വാണ്ടിറ്റി എത്രയെന്നും ഉണ്ടാവില്ല, ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയെന്നും ഉണ്ടാവില്ല, ടോട്ടൽ യൂണിറ്റ് റേറ്റും ഉണ്ടാവില്ല, ടോട്ടൽ പ്രൈസും ഉണ്ടാവില്ല. ക്വാണ്ടിറ്റി എത്രയാണെന്നുണ്ടാവും, ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര, ഇപ്പൊ 5000 ബ്രിക്ക് എനിക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് എത്ര രൂപയ്ക്ക് നിങ്ങൾ ഇവിടെ ചെയ്തു തരും എന്നാണ് ഏതിൽ ചോദിക്കുക? ബിൽ ഓഫ് ക്വാണ്ടിറ്റിയിൽ കോൺട്രാക്ടർ പൂരിപ്പിച്ചു തരേണ്ടത്. ഇത് ഏത് സമയത്ത് ഉപയോഗിക്കുന്നതാണ്? ടെൻഡറിങ്ങിന്റെ സമയത്താണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഓരോ കോൺട്രാക്ടറും അയാൾക്ക് പറയാണ് ഈ ഒരാൾ 10 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു, അടുത്ത ആള് ഒരു യൂണിറ്റിന് അങ്ങനെ വരുമ്പോ എത്രയായി? 50,000 രൂപയ്ക്ക് തരും. അടുത്ത ആള് വരുമ്പോൾ അയാൾ പറയും 9,000 രൂപയ്ക്ക് ഞാൻ തരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തർ ടെൻഡറിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരവരുടെ റേറ്റ് അതിനകത്ത് പൂരിപ്പിച്ച് ടോട്ടൽ കോസ്റ്റ് നമുക്ക് തരും. ഇപ്പൊ നമ്മളൊരു ഓവർസിയർ ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. EMD എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു, അതായത് ടെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, ഒരു മണി ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്ന് പറയും. ആ ഒരു എമൗണ്ടിനെ നമ്മൾ EMD എന്ന് പറയാം. ടെൻഡറിങ്ങിന്റെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നമ്മളൊരു പൈസ കെട്ടിവെക്കും. ആ പൈസ ടെൻഡറിങ് കഴിയുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഓക്കെ, സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് നമുക്ക് കെട്ടിവെക്കുന്ന പൈസ. ഓക്കെ, അപ്പൊ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ഈസ് ജനറലി ടേക്കൺ ആസ്. കോൺട്രാക്ടറുടെ പ്രോഫിറ്റ് എത്ര ശതമാനമാണ് സാധാരണയായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. എത്രയാണ്? 5%, 10%, 15%, 50%? നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോഴാണ്, ഒറിജിനൽ കോൺട്രാക്ടർക്ക് എത്ര കിട്ടണമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എത്ര ശതമാനം പ്രോഫിറ്റ് അവർക്ക് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. എത്ര ശതമാനമാണ്? 5%, 10%, 15%, 50%? എത്ര ശതമാനമാണ്? എല്ലാവരും പെട്ടെന്ന് ആൻസറുകൾ ചെയ്യുന്നുണ്ട്. ആരൊക്കെയുണ്ട്? ശ്രീനന്ദിനി ഉണ്ട്, ശ്രീദേവ് ഉണ്ട്, അതുപോലെ തന്നെ മെറിൻ ഉണ്ട്, സ്നേഹ ഉണ്ട്,
ഇവരെല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈവിൽ ഇരിക്കുന്ന ബാക്കി ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തോട്ടെ. പെട്ടെന്ന് ചെയ്യുന്നു. പെട്ടെന്ന് ഒന്ന് ചെയ്യൂ. ആൻസറുകൾ പെട്ടെന്ന് വരട്ടെ. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എല്ലാവരും ഒന്ന് ചെയ്യൂ. എനിക്ക് ഭയങ്കര ആഗ്രഹം. പെട്ടെന്ന് വരട്ടെ. ഓക്കെ. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഏതാണ് 10% കോൺട്രാക്ടർ സാധാരണ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്ത് ബൈലോസിന്റെ ബിൽഡിംഗ് ബൈലോസിന്റെ കുറച്ച് ഭാഗവും അതുപോലെ തന്നെ കോസ്റ്റിംഗുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇതേപോലെ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള സംശയങ്ങളൊക്കെ നമ്മൾ മാറ്റി തരുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ കോഴ്സിൽ ചേരാത്ത ആളുകൾ ചിലപ്പോൾ ഇതിനകത്ത് ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ ചേരണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റിലാണ്, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ലിസ്റ്റിൽ വരുത്തുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റുക എന്നുള്ളത്, ആദ്യത്തെ അഡ്വൈസിൽ ജോലി നേടാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ക്ലാസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും പങ്കെടുത്തു, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇതിനോട് സഹകരിച്ചു. അപ്പൊ ഏവർക്കും വളരെയധികം നന്ദി. നല്ലൊരു രാത്രി, ശുഭരാത്രി നേരുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആണ്. നല്ല രീതിയിൽ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റും. സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരും നല്ല രീതിയിൽ. അപ്പോ നല്ലൊരു വിജയം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അടുത്തൊരു ദിവസം കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.